വിശദമായ വാർത്തയിലേക്ക്. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും കാറ്റും തുടരുകയാണ്. അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ അബുദാബി, ദുബായ് പോലീസും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്കായി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ദുബായിൽ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. യുഎഇയിൽ മഴ കനക്കുകയാണ്. രാജ്യത്തിന്റെ പലയിടത്തും ഇടിമിന്നലോടുകൂടി കനത്ത മഴയ്ക്കൊപ്പം ആലിപ്പഴ വീഴ്ചയും റിപ്പോർട്ട് ചെയ്തു. ഇന്ന് ഏറ്റവും ശക്തമായ മഴ അനുഭവപ്പെട്ടത് റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമയിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിൽ നിന്ന് കല്ല് ദേഹത്ത് പതിച്ച് മലയാളി യുവാവ് മരിച്ചു. മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ അഭയം തേടിയ മലപ്പുറം കൊടിഞ്ഞി സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഷാർജ നഗരത്തിലും ഹംറിയ, കോർഫുക്കം ഭാഗങ്ങളിലും ഇടവിട്ട് കനത്ത മഴ ലഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗതത്തെ ബാധിച്ചു. കനത്ത മഴയെ തുടർന്ന് യുഎഇയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഗ്ലോബൽ വില്ലേജിൽ സംഗീത കച്ചേരികൾ ഉൾപ്പെടെയുള്ള സ്റ്റേജ് ഷോകൾ നടക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. ഹത്ത ഫെസ്റ്റിവലും താൽക്കാലികമായി അടച്ചു. അബുദാബി, ദുബായ് പോലീസും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്കായി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത കാറ്റുമഴയും കാരണം കാഴ്ചപരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ വേഗത കുറയ്ക്കണമെന്നും ഹെഡ്ലൈറ്റുകൾ തെളിയിക്കണമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. വാദികൾക്കും അണക്കെട്ടുകൾക്കും സമീപം പോകരുതെന്നും വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച ദുബായിൽ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. ജനം, ദുബായ്.